കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരെ ഈ ലോകത്തിൽ കഴിയുകയാണ്. വളരെ വേഗം ചികിത്സ കിട്ടിയില്ലായിരിക്കും മരണം വരെ വിഷാദരോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കുണ്ടത്തിൽ ഗോസ്ബൽ ലൂതറൻ സഭയിലെ യുവാക്കൾ നിങ്ങളുടെ മേൽ സകലയും സമർപ്പിക്കുന്ന തെരുവ് നാടകം മുഖം ഒരു മായാജ. ചിരിച്ചുകൊണ്ട് വേദന മറിച്ചിട്ടുണ്ടോ? ചിരി കാണുന്നത് എളുപ്പം, ഉള്ളിലെ വേദന കാണാൻ നമുക്ക് കഴിയുമോ? ശരീരത്തിൽ മുറിവുണ്ടെങ്കിൽ എല്ലാവരും കാണും. പക്ഷെ മനസ്സിൽ മുറിവുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കുമോ? അത് തന്നെയാണ് ഇന്നത്തെ കഥ. എനിക്ക് പറയാൻ വാക്കുകളുണ്ടായിരുന്നു, പക്ഷേ കേൾക്കാൻ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മിണ്ടാതായി എന്ന് പറയുന്നവന്റെ കഥ. എന്റെ വഴി രണ്ടാളുകൾ ചിരിക്കും. ഒരാൾ ചിരിക്കുന്നു, മറ്റൊരാൾ മിണ്ടാതെ കഴിയുന്നു. എന്റെ ശബ്ദം ആരും കേട്ടില്ല, അതിനാൽ ഞാൻ മിണ്ടാതായി. പക്ഷേ ഈ മൗനം തന്നെയാണ് ഇന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ കഥ തന്നെയാണ്. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു നാടകമല്ല, പറയാതെ പോയ ഒരുപാട് ഹൃദയങ്ങളുടെ ശബ്ദമാണ്. ഈ ചിരി നാടകമാണ്. ഈ ചിരി മറവിയാണ്. ഈ മുഖം കള്ളമാണ്. ഈ മൗനം കടവറയാണ്. ഈ മൗനം വേദനയാണ്. ഈ മനസ്സ് പോരാട്ടമാണ്. ഈ കണ്ണുകൾ കരഞ്ഞത്. ഈ ഹൃദയം തകർന്നത്. ഈ വാക്കുകൾ ഉണ്ടാകുന്നത്. ഈ കഥ നിങ്ങളുടേത്. ഈ കഥ നിങ്ങളുടേത് തന്നെയാണ്. ഹാപ്പിയാണല്ലോ, എപ്പോഴും ഓൺലൈൻ. ലൈഫ് ഫുൾ എൻജോയ് ആണെന്ന് തോന്നുന്നു. അതെ, എല്ലാം സൂപ്പറാണ്. ലൈഫ് സെറ്റാണ്. പ്രോബ്ലംസ് ഒക്കെ മൂവിയിൽ മാത്രമല്ലേ ബ്രോ, റിയൽ ലൈഫിൽ ചില്ലാണ്. പക്ഷെ റിയാലിറ്റിയിൽ ഞാൻ ആരാണ്? ഞാൻ ശരിക്കും ഒരു വിഷാദ രോഗിയാണ്. എന്താണ് ഈ വിഷാദരോഗം? വിഷാദരോഗികളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? വിഷാദ രോഗികൾ താൻ എല്ലായ്പ്പോഴും ദുഃഖത്തിലാണെന്ന് കരുതുന്നു. കാരണം പോലും അറിയില്ല. പക്ഷെ ഉള്ളിൽ ശൂന്യതയാണ്. മുമ്പ് എനിക്ക് ഇഷ്ടമായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും ഫീൽ ചെയ്യുന്നു. എല്ലാം ബോറിംഗാണ്. ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ എനർജി ഇല്ല. രാത്രി പോലും ഉറങ്ങാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ മുഴുവൻ സമയം ഉറങ്ങണമെന്ന് തോന്നുന്നു. വിശപ്പില്ല, ചിലപ്പോൾ എന്ത് കിട്ടിയാലും കഴിക്കും.
എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ യൂസ്ലെസ് ആണ്. ആർക്കും എന്നെ വേണ്ട. എനിക്കൊന്നിനും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. പഴയ പല ചിന്തകളും എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ, മനുഷ്യനെ മാനസികമായും ശാരീരികമായും ബാധിക്കുന്ന ഒരു രോഗമാണ് വിഷാദരോഗം. തലച്ചോറിനും നാഡീവ്യൂഹത്തിനും ഉണ്ടാകുന്ന വ്യതിയാനമാണ് വിഷാദരോഗത്തിന് ആരംഭം. ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരിലും വിഷാദ രോഗം ബാധിക്കപ്പെടുന്നു. തക്ക സമയത്ത് രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ല എങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരു അപകടമാണ് വിഷാദ രോഗം. 2030 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഒരു രോഗാവസ്ഥയായി മാറും വിഷാദ രോഗം എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ കണ്ടെത്തൽ. അകാരണമായ ദേഷ്യം, അക്രമ മനോഭാവം, മിക്കവാറും സമയങ്ങളിൽ സങ്കടങ്ങൾ അനുഭവപ്പെടുക, ഉത്സാഹക്കുറവ്, ദൈനംദിന കാര്യങ്ങളിൽ താല്പര്യക്കുറവ്, ആത്മാഭിമാനവും ആത്മവിശ്വാസവും നഷ്ടപ്പെടുക, കുറ്റബോധം അനുഭവപ്പെടുക, പഴയകാല പരാജയങ്ങളുടെ പേരിൽ സ്വയം കുറ്റപ്പെടുത്തുക, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, ഇടയ്ക്കിടെ ഒരു കാരണവുമില്ലാതെ കഴിയുക എന്നിവയെല്ലാം ഡിപ്രഷന്റെ കാരണങ്ങളാണ്. വിഷാദരോഗം വളരെ ഗൗരവമേറിയതും ഉടനടി ചികിത്സ വേണ്ടതുമായ രോഗമാണ്. വെറുതെ ഇരിക്കുമ്പോൾ വരുന്ന വെറും ഒന്നല്ല വിഷാദരോഗം. നീ ഒറ്റയ്ക്കാണ്, ആരും നിന്നെ മനസ്സിലാക്കുന്നില്ല. നീ സംസാരിച്ചാലും ആരും കേൾക്കില്ല. ഇത് എന്റെ ശബ്ദമാണ്. ആരും എന്റെ ഉള്ളിൽ സംസാരിക്കുന്നതാണ്. നിർത്തൂ, പ്ലീസ്, ഒന്ന് നിർത്തൂ. എനിക്ക് സഹിക്കാനാകുന്നില്ല. നീ വീക്കാണ്, യൂസ്ലെസ് ആണ്. നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആർക്കും ഒരു മാറ്റമല്ല. നിന്റെ മുഖം മാത്രം ജീവിക്കുന്നു, ഉള്ളിൽ നീ മരിച്ചു പോയിരിക്കുന്നു. നിന്റെ ഈ ചിരി ഒളിച്ചോടാനുള്ള ഒരു വഴി മാത്രമാണ്. എന്തിനാണ് എനിക്ക് ചെയ്യാൻ തോന്നുന്നത്? ഞാൻ ഇത്രയും മോശമാണ്. എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലാതായിരിക്കുന്നു. നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? 24 മണിക്കൂറും ഫോൺ ഫോൺ ഫോൺ. ആദ്യം ഇതൊന്ന് മതിയാക്കൂ. ദിവസം മുഴുവനും സ്ക്രീനിൽ മാത്രം നോക്കിയാൽ ഇതൊക്കെ തന്നെ സംഭവിക്കും. നിനക്കൊന്നും ഒരു പ്രശ്നവുമില്ല, എല്ലാം ഓവർ തിങ്കിങ് ആണ്. ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. വെറുതെ ഇങ്ങനെ മൊബൈലിൽ കുത്തിയിരിക്കാതെ മറ്റുള്ളവരോട് മിണ്ടിയും പറഞ്ഞ് ചിരിച്ചു കളിച്ച് നടക്കാൻ ശ്രമിക്കും. അതോടെ എല്ലാം ശരിയാകും. ഞാൻ പറയാൻ എളുപ്പമാണ്. സൂക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ എങ്ങനെയും രക്ഷപ്പെടണം. മച്ച, ഇങ്ങനെ ഇരുന്നാൽ നിനക്ക് റിലീഫ് കിട്ടില്ല. ഇത് ട്രൈ ചെയ്ത് നോക്ക്. മൈൻഡ് ഫുൾ ലൈറ്റ് ആവും, ഒന്നും ഫീൽ ചെയ്യില്ല. പെയിനൊക്കെ ഓഫ്. ഇത് ശരിയാണ്. എനിക്ക് എസ്കേപ്പ് വേണം, കുറച്ചെങ്കിലും സമാധാനം വേണം. Just once bro, life chill ആകും. Problems ഒക്കെ random. രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ? ഇത് സൊല്യൂഷൻ അല്ല, ഇത് നിന്റെ അവസാനമാണ്. ഇത് റിലീഫല്ലേ? ഇതിനെ കൂടുതൽ തകർക്കുന്നു. ഞാൻ പെയിമാക്കാൻ ശ്രമിച്ചു, പക്ഷേ ഇപ്പോഴും ഞാൻ തന്നെ എന്നിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഇതെന്നെ രക്ഷിക്കുന്നില്ല. ഇതെന്നെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വീട്ടിലേക്ക് തള്ളുന്നു. രക്ഷപ്പെടാൻ
വഴികൾ നോക്കി മുഴുവൻ തകർന്നു. ഇന്ന് ആത്മഹത്യയുടെ മുന്നിൽ നിൽക്കുന്ന എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കോമാളിയെ പോലെ തോന്നുന്നു അല്ലേ? എന്നെ വീക്കെന്നും അന്തർമുഖമെന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സമയമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തുകൊണ്ട് തകർന്നു എന്ന് ചോദിക്കാൻ ഒരാളുമില്ലായിരുന്നു. എനിക്ക് എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഉത്തരം പറയാൻ എനിക്ക് തന്നെ ഭയമായിരുന്നു. നിങ്ങൾ മൗനം കേൾക്കാൻ ആരും നിന്നില്ല. എന്റെ കണ്ണുനീരിന്റെ ഭാഷ മനസ്സിലാക്കാൻ ആരും ശ്രമിച്ചില്ല. കുടുംബം എന്നെ മനസ്സിലാക്കേണ്ടവർ എന്നെ ശക്തനാകണമെന്ന് മാത്രം പഠിപ്പിച്ചു. സുഹൃത്തുക്കൾ എന്നെ ചിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ എന്തിനാണ് കരയുന്നതെന്ന് ആരും ചോദിച്ചില്ല. ഈ സമൂഹം എനിക്കൊരു മുഖം തന്നു. ചിരിയോടെ ജീവിക്കണമെന്നൊരു മുഖം. പക്ഷേ ഞാൻ ഓരോ ദിവസവും തകർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ ഇങ്ങനെയായി നിൽക്കുമ്പോൾ എന്റെ അവസ്ഥയുടെ കാരണം ആരാണെന്ന് ചോദിച്ചാൽ അത് ഞാനല്ല. എന്നെ ഇങ്ങനെയാക്കിയത് കേൾക്കാതെ പോയ ശബ്ദങ്ങൾ, കാണാതെ പോയ കണ്ണുകൾ, മനസ്സിലാക്കാതെ പോയ ആളുകൾ, അത് നിങ്ങളാണ്. ദയവായി ഇനിയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കും. ഈ കൂട്ടത്തിൽ എന്നെ പോലെ കരഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവും നിങ്ങളുടെ കുടുംബത്തിൽ. ദയവായി അവരെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കും, അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കും, പ്ലീസ്. സുഹൃത്തുക്കളെ, ഇതൊരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. നിസ്സാരമെന്ന് തോന്നുന്നു, എന്നാൽ വളരെ അപകടകരമായ ഒരവസ്ഥ. ഒരു തലമുറയെ അവരറിയാതെ അപകടപ്പെടുത്തുന്നാവുന്നു. നമ്മുടെ മക്കളെ, സുഹൃത്തുക്കളെ വിഷാദ രോഗത്തിൽ നിന്ന് മാറ്റാൻ വലിയ വലിയ വാക്കുകളൊന്നും വേണ്ട. ഒന്ന് കേൾക്കാനുള്ള മനസ്സ്, ഒരു കൈത്താങ്ങ് നൽകാനുള്ള ഹൃദയം, അത് മാത്രം മതി. അവർ ജീവിതത്തിലേക്ക് തിരികെ വരും. കൂട്ടായി കൂടെ നിൽക്കാൻ ശ്രമിക്കും. അത്യാവശ്യ ഘട്ടത്തിൽ കൗൺസിലിംഗ് മുതലായ വൈദ്യസഹായം നൽകാൻ ശ്രമിക്കാം.
നമുക്ക് ഒരു നിമിഷത്തെ ശാന്തി തരാം. പക്ഷേ ജീവിതം മുഴുവൻ തകർക്കും. ഒരു തലമുറയെ കേൾക്കാനും അടുത്തറിയാനും കൂടെ നിൽക്കാനും നമുക്ക് ശ്രമിക്കാം. അതേ സുഹൃത്തുക്കളെ, നമുക്ക് അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരമായി മാറാം. അങ്ങനെ ഒരു തലമുറയെ നിരാശയിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കാം. അതിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ബലിബലി സോമനാരികിരാം